ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുകുമാരൻ നായരെ ആർഎസ്എസ് സ്വാധീനിച്ചെന്ന് സംശയിക്കുന്നതായി മന്ത്രി എ.കെ. ബാലൻ. ആർഎസ്എസിനോട് അടുത്താൽ ആരുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടാകും. സുകുമാരൻ നായരുടെ നിലപാട് ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്നാണ് പ്രതീക്ഷയെന്നും എ.കെ. ബാലൻ മീഡിയ വൺ വ്യൂ പോയിന്റിൽ പറഞ്ഞു. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് തന്നെ NSS എന്തോ ഇത് ആചാര സംരക്ഷണത്തിനെതിരായിട്ടുള്ളതാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സുകുമാരൻ നായർ വളരെ അന്തസ്സുള്ളൊരു സമീപനമാണ്. ഈ സമദൂരം എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ളൊരു അന്തസ്സുണ്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളോട് ശത്രുതാപരമായിട്ടുള്ള സമീപനവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ RSSൻ്റെ സ്വാധീനം അതൊരു വല്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. പക്ഷെ അത് മൊത്തത്തിൽ നായർ സമുദായം ആ രൂപത്തിലല്ല ചിന്തിക്കുന്നത്. മുഹമ്മദ് അസ്ലം ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. അസ്ലം, RSS NSSനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണ് മന്ത്രി എ.കെ. ബാലൻ വ്യൂ പോയിന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. NSSനോടുള്ള നിലപാട് ശക്തമാക്കുകയാണോ CPM? ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് NSS ശക്തമായ നിലപാടെടുക്കുകയും സർക്കാർ ഇതിന്റെ എതിർഭാഗത്ത് ശക്തമായി നിലകൊള്ളുകയും ചെയ്തൊരു സാഹചര്യത്തിൽ CPM-ഉം മുഖ്യമന്ത്രിയുമെല്ലാം തന്നെ NSSനെതിരായ വിമർശനം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് RSS NSSനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കൃത്യമായ വിവരമാണ് അല്ലെങ്കിൽ കാര്യമാണ് മന്ത്രി എ.കെ. ബാലൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് NSSന്റെ ഇപ്പോഴത്തെ നിലപാട് അവരുടെ സ്വതന്ത്രമായ നിലപാടല്ല, പകരം അത് RSS സ്വാധീനിച്ചെടുത്ത ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തമായി അവരുടെ സമദൂരം എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തണമെന്നൊരു സൂചന തന്നെയാണ് നൽകുന്നത്. NSSന്റെ ഇപ്പോഴത്തെ നടപടികൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച പ്രക്ഷോഭ പരിപാടികൾ, അതോടൊപ്പം തന്നെ അവർ സർക്കാരിനെതിരെ സ്വീകരിച്ച നടപടികളെല്ലാം അതൊരു RSSന്റെ സ്വാധീനത്തിൽ നിന്നുണ്ടായതെന്ന് പറയുന്നതിലൂടെ ഒരേ സമയം ഇതിൽ ഈ ഒരു നിലപാടിന് പിന്നിൽ RSS ആണെന്നും അതുകൊണ്ട് തന്നെ സംഘപരിവാറിന് സമീപനമായ ഒരു സമീപനമാണിതെന്നും ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. രണ്ട്, NSSനെ ഒറ്റയ്ക്ക് നേരിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് വിമർശിക്കുക എന്നൊരു രീതിക്കപ്പുറം NSSൽ നിന്നും പ്രതീക്ഷ കൈവയ്ക്കുന്ന അല്ലെങ്കിൽ ഈ നിലപാടിൽ നിന്നും മാറി NSSും സുകുമാരൻ നായരും തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി വെക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് വേണം നമ്മൾ മന്ത്രി എ.കെ. ബാലന്റെ പ്രസ്താവന. അതായത് അസ്ലം, വിമർശിക്കുമ്പോഴും മുഴുവൻ നായർ സമൂഹം ഇത്തരത്തിലല്ല നിലപാട് സ്വീകരിക്കുന്നതെന്നും NSSന്റെ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നൊരു പ്രതീക്ഷയും CPM വെച്ച് പുലർത്തുന്നുവെന്നാണോ? തീർച്ചയായും കണ്ണടച്ചുകൊണ്ട് NSSനെ വിമർശിക്കുക, നായർ വിഭാഗത്തിന്റെ പൂർണ്ണമായി തന്നെ അവരെ എതിർപക്ഷത്ത് നിർത്തുക എന്നൊരു സമീപനം സ്വാഭാവികമായും CPM സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ശബരിമല വിഷയത്തിൽ അവരുടെ തെറ്റായ നിലപാടിനെ വിമർശിക്കുക. അതേസമയം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് BJP ഭാഗത്തേക്ക് മറ്റും പോകുന്ന ഒരു NSSന്റെ നിലപാടിന് തടയിടുക, NSSന് പ്രതിനിധീകരിക്കുന്ന നായർ വിഭാഗത്തിന്റെ വോട്ട് ആ വിഭാഗത്തിനിടയിൽ തന്നെ ഈ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതും മന്ത്രി എ.കെ. ബാലന്റെ പ്രസ്താവനയിലുണ്ട്. കാരണം കാലാകാലങ്ങളായി ഒരു സമദൂരം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചു വന്നിരുന്നത്. LDF-ഉമായും UDF-ഉമായും പല ഘട്ടത്തിൽ പല സമയത്ത് അവർ അടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും സമദൂരം എന്ന ഒരു സമീപനത്തിൽ നിന്നുകൊണ്ടാണ് അവർ രാഷ്ട്രീയ പാർട്ടികളെ സ്വീകരിച്ചിരുന്നത്. അതേസമയം ഇത്തവണ ഉണ്ടായ ശക്തമായ വിയോജിപ്പ് CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും NSSും തമ്മിൽ ഉണ്ടായിരുന്നു. ശബരിമല വിഷയത്തിലെ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ച, വിവാദങ്ങളും പ്രസ്താവനകളെല്ലാം ഉണ്ടായത്. അതേസമയം ഈ ഒരു സമീപനത്തിൽ നിന്നും CPM പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുന്നു. NSSന്റെ സമീപനം അല്ലെങ്കിൽ NSS സ്വീകരിച്ച നടപടികൾ NSSന്റെ സ്വയം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഉണ്ടായ ഒരു സമീപനത്തിന്റെ ഭാഗമല്ല, മന്നത്ത് പത്മനാഭന്റെ ഒരു പിന്തുടർച്ച അല്ല അത്, പകരം അത് RSSന്റെ സ്വാധീനത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ NSSും നായർ വിഭാഗവും ഇക്കാര്യത്തിൽ പുനഃപരിശോധന നടത്തണമെന്നും തങ്ങളുടേതായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ സമദൂര സിദ്ധാന്തത്തിലേക്ക് തിരികെ എത്തണമെന്നുള്ളൊരു ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ NSSന്റെ ഈ നിലപാടിനെ, ശബരിമല വിഷയത്തിലെ നിലപാടിനെ കൃത്യമായി വിമർശിക്കുമ്പോഴും RSS സ്വാധീനം ഉണ്ടെന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായി അവരെ പറയാനോ അല്ലെങ്കിൽ നായർ വിഭാഗത്തിനെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാനോ എ.കെ. ബാലൻ ശ്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.